ഗ്രാമപഞ്ചായത്ത് 2025-2026 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. കുടിവെള്ളം, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, മയക്കുമരുന്ന് നിർമ്മാർജ്ജനം എന്നിവയ്ക്ക് പ്രധാന ഊന്നൽ നൽകി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് 2025-2026 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസിന്റെ അധ്യക്ഷതയിൽ വിഭവസ്രോതസ്സുകൾ മുഴുവനും കാര്യക്ഷമമായി വിനിയോഗിച്ച് വികസന മുന്നേറ്റവും പൊതുജനക്ഷേമവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞിട്ടുണ്ട്. വരാൻ പോകുന്ന സാമ്പത്തിക വർഷത്തിൽ പ്രഖ്യാപിച്ച പ്രവർത്തനങ്ങൾ ഭൂരിഭാഗവും നടപ്പിലാക്കാൻ നമ്മുടെ ഭരണസമിതിക്ക് നേരിട്ട കടുത്ത സാമ്പത്തിക നിയന്ത്രണം മൂലം ക്ഷേമ പെൻഷൻ പോലും മുടങ്ങുമെന്ന അവസ്ഥ സംജാതമായപ്പോൾ വികസന പ്രവർത്തനങ്ങളിൽ വകയിരുത്തി 50% തുക കൂടി പിൻവലിച്ച് ക്ഷേമ പ്രവർത്തനങ്ങൾ മുടങ്ങാതെ കൊണ്ടുപോകുന്നതിന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതിൻ്റെ ഫലമായി നമുക്കും ലഭിക്കേണ്ടിയിരുന്ന മാർക്കറ്റ്, ഷോപ്പിംഗ് കോംപ്ലക്സ്, ടൂറിസം പദ്ധതികൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം നടത്താൻ കഴിഞ്ഞില്ല എങ്കിലും ആ പദ്ധതികൾ എന്നേക്കുമായി ഉപേക്ഷിച്ചിട്ടില്ല. മറിച്ച് ഈ വരുന്ന വർഷത്തിലും തുടർ വർഷങ്ങളിലുമായി നമുക്ക് ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്നത് ഉറപ്പാണ്. വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസറാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പാശ്ചാത്യ മേഖലയിൽ സംസ്ഥാന സർക്കാരിന്റെ ഉദാരമായ സമീപനത്തോടെ മൂടുപീടികയുടെ മുഖം മാറ്റി മറിച്ച് ഈ ലോക്കലിലെ സാമ്പത്തിക ഇടനാഴിയാക്കി മാറ്റിയേക്കാവുന്ന മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം, പടിഞ്ഞാറൻ മേഖലയിൽ ഹെൽത്ത് ഗ്രാന്റ് ഉപയോഗിച്ച് നടത്തുന്ന PHSC എന്നിവയെല്ലാം ഈ ബഡ്ജറ്റിലൂടെ ലക്ഷ്യമെക്കുമ്പോൾ സംസ്ഥാന സർക്കാർ ഈ ബഡ്ജറ്റിൽ വിജ്ഞാപനം ചെയ്ത ചക്കരപ്പാടം പടിയൂർ പാലം കൂടി വരുമ്പോൾ കിഴക്കൻ മേഖലയുടെ ചിരകാല സ്വപ്നം കൂടി ഈ വർഷം സാക്ഷാത്കരിക്കും. കുടിവെള്ളം 10 കോടി, സമഗ്ര ആരോഗ്യ പദ്ധതി 1 കോടി, മയക്കുമരുന്ന് നിർമ്മാർജ്ജനം 2 ലക്ഷം, ഭവന നിർമ്മാർജ്ജനം 3 കോടി, അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം 2,50,000, സാമൂഹിക സുരക്ഷാ പെൻഷൻ 8 കോടി തുടങ്ങിയവയ്ക്കാണ് മുഖ്യമായും തുക വകയിരുത്തിയിരിക്കുന്നത്. 50,37,47,668 രൂപ വരവും 49,83,92,000 രൂപ ചെലവും 51,55,668 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്.